കുറച്ച് പൈസയും അഡ്വക്കേറ്റ് ആളൂരിനെ പോലൊരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമോ? നോക്കൂ, അതൊരു ആപ്തവാക്യമാണ്. മള്ളൂർ വക്കീലും കുറച്ച് കാശുമുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന് തിരുവനന്തപുരത്ത് പണ്ട് കാലത്ത് കേരളത്തിലെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നോക്കൂ, ഒരു അഭിഭാഷകൻ എന്നാണ് ഒരു ആളുടെ കേസ് ഏറ്റെടുക്കുന്നത്? അവൻ ചെയ്ത കുറ്റകൃത്യം അല്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റം അതൊക്കെ നടന്നതിന് ശേഷമാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാശ് അഡ്വക്കേറ്റ് ആളൂരിനും കൊണ്ടുകൊടുത്ത് ഞാനൊരു പോയി കൊലപാതകം ചെയ്യട്ടെ ആളൂരെ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോട് അങ്ങനെ ചോദിക്കുക, അത് തെറ്റായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഔട്ട് ഓഫ് ഇതിൽ പറഞ്ഞത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു കക്ഷി, ആ കക്ഷിക്ക് നീതി കിട്ടാനായിട്ട് ഒരു പക്ഷേ അവരുടെ കുടുംബം തന്നെ എതിർ നിന്നാലും ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരാളും എന്നോട്, ഞാനെന്ന അഭിഭാഷകനോട് ഞാൻ നാളെ കൊലപാതകം നടത്തട്ടെ, സാധനം രക്ഷിക്കൂ, പോയി കൊന്നുവാടോ, ഞാൻ രക്ഷിക്കാം, അങ്ങനെ പറയുന്ന ഒരു അഭിഭാഷകനല്ല ഞാൻ. എപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീർക്കണം, തീർന്നതിന് ശേഷം നിങ്ങൾ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രതിയായതിന് ശേഷം നിങ്ങളെ എന്നെ സമീപിക്കൂ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കുറ്റം ചെയ്തതിന് ശേഷം, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് പ്രതികൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ഇപ്പം ഗ്രീഷ്മയുടെ കാര്യം എടുത്തു പറയുമ്പോൾ മേൽക്കോടതിയിൽ വരുമ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കയർ ഒഴിവാകുമോ അല്ലെങ്കിൽ തൂക്കയർ കിട്ടുമോ? എന്താണ് ഒരു അഭിഭാഷകന് പറയാനുള്ളത്? നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നാൾവഴികൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അന്വേഷണം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് പ്രതി കുറ്റം ചെയ്തു എന്നും എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. 2, പ്രതി കുറ്റം ചെയ്യുന്നതിനെ ഈ പറയുന്ന മരിക്കപ്പെട്ട ഈ കേസിലെ ഷാരോൺ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഷാരോൺ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ഒരിക്കലും ഗ്രീഷ്മയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അതവൻ അത്രമേൽ പ്രണയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ പ്രണയത്തിന് അവിടെ ശക്തിയുണ്ടെങ്കിൽ നിയമത്തിന് ഇപ്പുറത്തും ശക്തിയുണ്ട്. നിയമം പറയുന്നത് ഒരാളെക്കുറിച്ച് കൃത്യമായി പറയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഡൈൻ ഡിക്ലറേഷൻ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ഡൈൻ ഡിക്ലറേഷൻ ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ്. ഇനി രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ അവനെ കൊന്നു കുഴിച്ചു മൂടി, അല്ലെങ്കിൽ ഞാൻ കഷായത്തിൽ ഇന്നത് ചേർത്ത് കൊന്നു എന്ന് നിങ്ങളോടോ എന്നോടോ മീൻസ് തേർഡ് പാർട്ടിയോട് പറഞ്ഞ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, അത് വെരി വീക്ക് പീസ് ഓഫ് എവിഡൻസ്. അങ്ങനെ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് ഒരാളെ ശിക്ഷിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്ന് സുപ്രീം കോടതി പല കേസുകളിലും വിധിന്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻ ചാമിക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പൈസയില്ല. അപ്പം അഡ്വക്കേറ്റ് ആളൂരിനെ സമീപിച്ചത് ഞാൻ പറയുന്നു കള്ളപ്പണങ്ങളാണോ അതോ വേറെ വ്യക്തികളാണോ? ഞാൻ പറയട്ടെ, നിങ്ങളത് വിശ്വസിക്കുമോ? ബോച്ചെ എന്ന ആളുടെ കയ്യിൽ ഒരു പൈസയുമില്ല. അത് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ബോച്ചയ്ക്ക് ഇന്ന് 500 കോടി കടമുണ്ട്, 50,000 കോടി കടമുണ്ട്, അതടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊരാൾ വന്നു പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നറിയാതെ, അപ്പോൾ എനിക്കറിയാതെ യാഥാർത്ഥ്യം ഞാൻ ചോദിക്കുവാണ്. അതാണ് ഞാൻ പറയുന്നത്. പണം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതാണ് ഞാൻ പറയുന്നത്. പണം ഉണ്ട് എങ്ങനെ അറിയാം? ഞാൻ അതാണ് പറയുന്നത്. ഗോവിന്ദചാമിക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഗോവിന്ദചാമിയുടെ കേസ് നടത്താൻ എന്നെ ഏൽപ്പിച്ച ആളുകൾ ആരാണെന്നും അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളും എനിക്ക് നിങ്ങളോടോ പുറത്തോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചത് ഗോവിന്ദൻ ചാമി അതാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കള്ളപ്പണമാണോ, നേരിട്ടുള്ള പണമാണോ, റിസർവ് ബാങ്കിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന പണമാണോ, അതോ നാസിക്കിൽ നോട്ടടിക്കുമ്പോൾ അത് പറക്കിക്കൊണ്ടതാണെന്നോ എനിക്കറിയേണ്ട ആവശ്യമില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും.
നോക്കൂ, ഒരു നിരപരാധിക്കെതിരെ ഒരു കേസ് കൊണ്ടുവരികയും ആ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് കഴിയാതിരിക്കുകയും അയാളെ നിങ്ങൾ ഈ പറയുന്ന ഗ്രീഷ്മയെ പോലെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്താൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ആ ചെയ്യുന്ന സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുമോ? മറിച്ച് ഒരു അപരാധിയെ പ്രോസിക്യൂഷന് ചില സാഹചര്യങ്ങൾ കൊണ്ട് തെളിവിലൂടെ ശിക്ഷിക്കാൻ സാധിച്ചില്ല. ഒരു വ്യക്തിക്ക് കണ്ണീരൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഈ ശാപം മാറുമോ? ഈ കണ്ണീര് ശാപം പോലെ തന്നെ, ശപിക്കാനുള്ള അവകാശവുമുണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഈ പറയുന്ന സൗമ്യയുടെ അമ്മ ചോദിച്ചതാണ്, 1000 കല്ലുകൾ എറിയുമ്പോൾ ഒരു കല്ല് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ തലയിലും വന്ന് പതിക്കും, അത് ശാപത്തിൻ്റെ കല്ലാണ് എന്ന്. തീർച്ചയായിട്ടും കാലഘട്ടം എണ്ണി കണക്ക് പറയത്തില്ലേ? നോക്കൂ, അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ ഒരു കേസും കോടതിയിലെത്താൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കോടതികളും എടുത്തു കളയണം. അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ യാതൊരു ഡിഫൻസ് സംവിധാനവും ഇല്ലാതെ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞ് 100% വിശ്വസിച്ച് പ്രതികളെ ശിക്ഷിക്കണം. അവർക്ക് യാതൊരു അവകാശവും കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്കൊരു കള്ളക്കേസ് കൊടുത്ത് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയാനുള്ള അവസരമുണ്ടാകണം. നാളെ നിങ്ങളൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, 1 വർഷം മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി പറയണം, നോക്കൂ ഞാൻ 1 വർഷം കുറ്റം ചെയ്യുന്ന ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നെ 1 വർഷം ജയിലിൽ അടയ്ക്കുമെന്ന്. നിങ്ങളത് പറയാൻ തയ്യാറാവില്ല. യു വിൽ ഗെറ്റ് ഡിഫെൻഡഡ്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. അത് സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും അല്ലെങ്കിൽ ഫാമിലി മാറ്റർ ആയാലും. എന്നാൽ ഒരു എത്ര രൂപയാണ് തുകയെന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, ഡിപ്പെൻഡ് അപ്പോൺ കേസസ്. എന്നാൽ ഏറ്റവും കൂടുതൽ മേടിച്ചൊരു പ്രതിഫലം എത്രയായിരിക്കും? നോക്കൂ, അങ്ങനെ ഒരു പ്രതിഫലം ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കേസസ് ഡിഫറെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിഫറെൻറ്റ്. ഒരു പക്ഷേ ഒരു പാവപ്പെട്ട ഒരു ആൾ വന്ന് ഞാൻ കൊലപാതകം ചെയ്തു പോയി സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ വഴിക്ക് കേസ് നടത്തണമെന്ന് പറയുകയും എൻ്റെ പൈസയില്ല പൈസയില്ല എന്ന് പറയുകയും, അപ്പോൾ ഞാൻ പറയും ഞാൻ ഈ കൊലപാതക കേസുകളിൽ മിനിമം ഇത്ര ഫീസാണ് വാങ്ങിക്കുന്നത്. മിനിമം എത്ര എന്ന് പറയാം. അതാണ് ഞാൻ വരുന്നത്. അതിലേക്ക് വന്ന് അതിനയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കും. ഇനി ഒരു വലിയ കക്ഷിയാണ് എൻ്റെ അടുത്ത് വരുന്നത്, അപ്പോൾ ഞാൻ അയാളോട് പറയും, നോക്കൂ ഞാൻ മിനിമം ഫീസ് ഇത്ര വാങ്ങിച്ചാലും നിങ്ങളെപ്പോലുള്ള ഒരു കക്ഷി നല്ല രീതിയിൽ പൈസ ചിലവാക്കിയാൽ നിങ്ങൾക്ക് നിയമപരമായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ അന്വേഷിച്ച് വരുന്ന വ്യക്തികൾ ഒരു സാധാ അഭിഭാഷകനെ 5000 രൂപയോ 2000 രൂപയോ കൊടുത്ത് കേസ് വേണ്ട വിധം പോലെ നടക്കാതെ വരുമ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിനോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഫീസ് എത്രയാണ്? അപ്പോൾ ഞാൻ ആ കക്ഷിയോട് പറയുന്നത്, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത്? അഡ്വക്കേറ്റ് ആളൂരിനെ. അഡ്വക്കേറ്റ് ആളൂർ ഫീസ് കൂടുതൽ വാങ്ങിച്ച് കേസ് നടത്തുന്ന അഭിഭാഷകനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഓഫീസിൽ ഇരുന്നാൽ മതി. ഈ എല്ലാവരും ആളൂരിനെ തേടി പ്രതികൾ വരണമെന്ന് ഒരു ചിന്തയുമില്ല. തീർച്ചയായിട്ടുമില്ല.